നമസ്കാരം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള താത്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഗാസയിൽ ബന്ദികളായി പിടിക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിക്കഴിഞ്ഞു. റെഡ് ക്രോസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ റെഡ് ക്രോസ് വഴി ഇസ്രായേലി സൈന്യത്തിനായി മൃതദേഹങ്ങളെല്ലാം കൈമാറിയതും സംഘർഷം താൽക്കാലികമായി തന്നെ അവസാനിപ്പിച്ച കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നാണ് എന്ന കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്നും പറഞ്ഞു. ഗാസ മുനമ്പിൽ തുരങ്കപാതകളിൽ തന്നെ അതിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു. മൃതദേഹങ്ങൾ ഇസ്രായേലി നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. ഇവിടെ ഔദ്യോഗിക തിരിച്ചറിയൽ തന്നെ നടപടികളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മരണകാരണത്തെക്കുറിച്ച് അന്വേഷണവും നടത്തുന്നു. ഇസ്രായേൽ തേടുന്ന 11 മൃതദേഹങ്ങളിൽ 3 എണ്ണമാണിത്. ജീവനോടെ ഉണ്ടായിരുന്ന 20 ബന്ദികളെ വിട്ടയച്ചതിന് പകരമായി 2000ഓളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു. എന്നാൽ തന്നെ ഈ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം മൃതദേഹങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച് ഇരു വിഭാഗവും തമ്മിൽ തർക്കമായി തുടരുകയാണ്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഹമാസ് അനാവശ്യമായി താമസം വരുത്തുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ച ഗാസയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. ഇതിനിടെ ഞായറാഴ്ച വടക്കൻ ഗസയിൽ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ കരാർ വീണ്ടും ഭീഷണിയിലായി മാറി. സമാധാനം ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള കരാർ ഫലപ്രദമാകുന്നില്ലെന്ന ഇരു വിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലപ്പെട്ട അമേരിക്കൻ ഇസ്രായേലി പൗരനായ ഒമർ ന്യൂട്രയുടെ മൃതദേഹവും തിരികെ നൽകിയവരിൽ ഉൾപ്പെട്ടേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ഔദ്യോഗിക വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കുമെന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ 5ാം ദിവസവും ഗസയിൽ കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഫലസ്തീനുകൾക്ക് നേരെ വ്യാപക അതിക്രമം നടന്നു. ആക്രമണത്തിൽ ഇന്നലെ മാത്രം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനീസിൽ നേർക്കാണ് രൂക്ഷമായ ആക്രമണം. ജബാലിയയിൽ നിരവധി വസതികളും ആക്രമണത്തിൽ തകർന്നു. വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും വ്യാപക ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന ആശങ്കയിലാണ് ഫലസ്തീനുകൾ ഇപ്പോഴും തന്നെ പേടിച്ചു കഴിയുന്നത് എന്ന് കൃത്യമായി പറയാം. ചെറിയ രൂപത്തിലുള്ള കൂട്ടക്കുരുതി തന്നെയാണ് വെടിനിർത്തലിന്റെ മറവിലും ഇസ്രായേൽ ഗസയിൽ തുടരുന്നതെന്ന് പറയാം. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ആസൂത്രിത അതിക്രമണങ്ങളാണ് ഇസ്രായേൽ സുരക്ഷാ സേനയും ജൂത കുടിയേറ്റക്കാരും നടത്തിവരുന്നത്. തെക്കൻ നബുലസ് പട്ടണത്തിൽ നിന്ന് 3 ഫലസ്തീൻ വനിതകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. കൽക്കേലിയ, ജെറുസലേം, ഹബ്രോൺ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സുരക്ഷാ സേന നിരവധി ഫലസ്തീൻ വസതികൾ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. റഫ അതിർത്തി തുറന്ന് കൂടുതൽ സഹായം ഗസയിലേക്ക് അനുവദിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇനിയും നടപ്പായില്ലെന്ന് UN ഏജൻസി ചൂണ്ടിക്കാട്ടി. ദിനംപ്രതി 600 ട്രക്കുകൾക്ക് പകരം 100-140 ഇടയിൽ ട്രക്കുകൾ മാത്രമാണ് ഗസയിൽ എത്തിച്ചേരുന്നതെന്ന് സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു. അതിനിടെ ഫലസ്തീൻ യുവാവിനെ സൈനികർ പീഡിപ്പിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട വിവാദത്തെ തുടർന്ന് രാജിവെച്ച ഇസ്രായേൽ പ്രതിരോധ സേന അഭിഭാഷക മേജർ ജനറൽ ഇയാഫത്ത് തോമർ യെരൂഷാൽമിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണെന്നും പറയാം.